ഹലോ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ദോദാം യാത്ര കഴിഞ്ഞു, വസുധര ഫോൾസ് കണ്ടു, മനാ വില്ലേജ് കണ്ടു. അപ്പോൾ ആ ഒരു സൈഡ് വിട്ടിട്ട് നമ്മളിപ്പം ഡെറാഡൂണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡെറാഡൂണിൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ റോബോസ് കേവ് ആണ്, കള്ളന്മാരുടെ ഗുഹ. ഈ പേര് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ആ ഭാഗത്തുണ്ടായിരുന്ന കള്ളന്മാർ അവർ ഒളിച്ചിരിക്കാനും അല്ലെങ്കിൽ അവർ കട്ടും പിടിച്ചു പറിച്ചും ഉണ്ടാക്കിയ മുതലൊക്കെയും സ്വർണവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ചൂസ് ചെയ്ത സ്ഥലമായിരുന്നു ഈ റോബോസ് കേവ്. അങ്ങനെയാണ് കള്ളന്മാരുടെ ഗുഹ അല്ലെങ്കിൽ റോബോസ് കേവ് എന്നൊരു പേര് ഇതിന് വന്നത്. ഇവിടെ എങ്ങനെ എത്തിപ്പെടാമെന്ന് വെച്ചാൽ, നമുക്ക് ജോളിഗഞ്ച് എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഈസിയായിട്ട് എത്തിപ്പെടാൻ പറ്റും. ഈ ഡെറാഡൂൺ സിറ്റി സെൻറ്ററിൽ നിന്ന് ഏതാണ്ട് 9 കിലോമീറ്ററോളം. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് പിടിക്കാം. ബസ് പിടിച്ചിട്ടൊരു ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം നടന്നാൽ ഇവിടേക്ക് എത്താം, റോബോസ് കേവിലേക്ക് എത്താം. അങ്ങനെ അല്ല എങ്കിൽ നമുക്ക് ഈ കുറച്ചുകൂടി ഈസിയാണ് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഡെറാഡൂണിൽ എത്തിയിട്ട് നമുക്ക് അവിടുന്ന് ബൈക്കോ കാറോ ഒക്കെ റെൻറ്റിന് കിട്ടും, അതെടുത്തും വരാം. ഇവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാർക്കിംഗ് സ്പോട്ടിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ കുറേ പേര് ഈ സ്ലിപ്പറുകൾ നിരത്തി വെച്ചിട്ടുണ്ടാവും. നമ്മൾ കരുതുന്നത് എന്താ, ഇത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. അങ്ങനെ അല്ല കേട്ടോ. നമ്മൾ ആ സ്ലിപ്പറുകൾ കാണുമ്പോൾ നമ്മൾ സ്ലിപ്പർ അല്ല ഇട്ടിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് 10-15 രൂപ അവരിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ഒരു പേരിന് അത് കൊടുത്ത് നമ്മൾ സ്ലിപ്പർ അവിടെ നിന്ന് വാങ്ങുക, റെൻറ്റിനെടുക്കുക. കാരണം ഈ റോബോസ് കേവ് എന്ന് പറയുന്നത് ഏതാണ്ട് 600ഓളം മീറ്റർ നീളത്തിൽ കിടക്കുന്ന ചെറിയൊരു ഇടുങ്ങിയ പാസേജാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് മുട്ടപ്പോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ കൂടി ഇറങ്ങിയാൽ പോകേണ്ടത്. ഞങ്ങൾ ആ ചപ്പൽ കണ്ടിട്ട് ചപ്പലെടുക്കാൻ വേണ്ടി കുറച്ച് ബോധർ ചെയ്തില്ല, ഞങ്ങളത് ഇഗ്നോർ ചെയ്തു. അതൊക്കെ പാസ് ചെയ്ത് മുന്നോട്ട് വന്നപ്പോഴേ ഞങ്ങൾ കണ്ടേ, ദൈവമേ പണി കിട്ടിയുള്ളൂ. പിന്നെ ഷൂ ഒരു കയ്യിൽ പിടിക്കല്ലാതെ ഒരു രക്ഷയുമില്ലായിരുന്നു. ഒരു കയ്യിൽ ഷൂ, മൊബൈല്, പിന്നെ എന്താ പറയുക, നമ്മളെ ഈ വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ കല്ലുകളും മറ്റുണ്ടല്ലോ, കാലയിൽ കല്ലൊക്കെ കൊണ്ട് കേട്ട് ഭയങ്കര വേദനയായിരുന്നു. ആ ഒരു 600 മീറ്റർ പാസേജാണ്, കാരണം വളരെ ഇടുങ്ങിയൊരു, അപ്പോൾ എന്താ പറയുക, നമ്മുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മലകളാണ്, ചെറിയൊരു മലയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു കൈത്തോട് പോലെ ഒഴുകുക. അതിൽ കൂടി നമ്മൾ നടന്നു പോകേണ്ടേ. അപ്പോൾ എൻഡിലെത്തുമ്പോൾ ഒരു 10ഓളം മീറ്റർ ഉയരത്തിൽ നിന്ന് വീഴുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളത് എടുത്തില്ല. കാരണം ഓൾറെഡി കാല് നനഞ്ഞിരിക്കുക, ചപ്പൽ കയ്യിലില്ല. ആ വ്യൂ കണ്ട് ആസ്വദിച്ച് ചെന്നാൽ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. നിങ്ങൾ എന്താ പറയുക, ഉത്തരാഖണ്ഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നെങ്കിൽ, ഡെറാഡൂണിലേക്ക് വരുന്നെങ്കിൽ ഈ സ്ഥലം വന്ന് കാണുക. അപ്പോൾ ഇനി ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണം, അല്ലെങ്കിൽ എന്താ പറയുക, അവിടുത്തെ ട്രാവൽ അറേഞ്ച്മെൻറ്റ് എന്തെങ്കിലും സഹായം വേണേൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നേക്ക് ഇത്ര മാത്രം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറിയാമല്ലോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.